നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിനും മരണത്തിനും ശേഷം അവിടുത്തെ ഉയർപ്പിനായി കാത്തിരിക്കുന്ന നിശബ്ദമായ ദിനമാണ് വിശുദ്ധ ശനിയാഴ്ച. വലിയ വെള്ളിയാഴ്ചയുടെ ദുഃഖത്തിനും ഈസ്റ്റർ ഞായറാഴ്ചയുടെ സന്തോഷത്തിനും ഇടയിലുള്ള ഒരു നിശബ്ദ പാലമാണിത്. ലോകം മുഴുവൻ നിശബ്ദമായിരിക്കുന്ന, ദൈവം പോലും വിശ്രമിക്കുന്നതായി തോന്നുന്ന ഒരു നിമിഷം. വിശുദ്ധ ശനിയിൽ പള്ളികളിൽ മണിനാദങ്ങളോ ആഘോഷങ്ങളോ ഇല്ല. യേശു കല്ലറയിൽ ശയിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദൈവം നിശബ്ദനാണെന്ന് നമുക്ക് തോന്നും. പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തപ്പോൾ, കഷ്ടതകൾ അവസാനിക്കാത്തപ്പോൾ നാം ഈ ശനിയാഴ്ച അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ അസാന്നിധ്യമല്ല, മറിച്ച് വലിയൊരു അത്ഭുതത്തിനായുള്ള ഒരുക്കമാണത്. വിശ്വാസ പ്രമാണത്തിൽ നാം ഇങ്ങനെ ചൊല്ലുന്നു: അവിടുന്ന് പാതാളങ്ങളിൽ ഇറങ്ങി. മരണത്തിൻ്റെ തടവറയിൽ കഴിഞ്ഞിരുന്ന നീതിമാന്മാരെ മോചിപ്പിക്കാൻ യേശു അവിടേക്ക് ചെന്നു. മരണം പോലും അവിടുത്തെ സ്നേഹത്തിന് തടസ്സമല്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഏറ്റവും ഇരുണ്ട ഇടങ്ങളിലും പ്രകാശം എത്തിക്കാൻ ക്രിസ്തുവിന് കഴിയുമെന്ന് ഈ ദിനം നമ്മെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ശനി രാത്രിയിലെ ഈസ്റ്റർ വിജിൽ ശുശ്രൂഷയിൽ നാം പുത്തൻ തീ തെളിയിക്കുന്നു. ഇരുട്ടിനെ കീറിമുറിക്കുന്ന ആ വെളിച്ചം പ്രത്യാശയുടെ അടയാളമാണ്. കല്ലറ ഒന്നിൻ്റെയും അവസാനമല്ല, മറിച്ച് പുതിയൊരു തുടക്കമാണെന്ന് വിശുദ്ധ ശനി നമ്മോട് പറയുന്നു. ശിഷ്യന്മാരെല്ലാവരും ഭയന്നോടിയപ്പോൾ യേശുവിൻ്റെ ഉയർപ്പിൽ പൂർണ്ണമായി വിശ്വസിച്ച് കാത്തിരുന്ന ഏക വ്യക്തി മാതാവാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ മറിയത്തെ പോലെ ക്ഷമയോടെയും പ്രത്യാശയോടെയും കാത്തിരിക്കാൻ ഈ ദിനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വിശുദ്ധ ശനിയിൽ നമുക്ക് സ്വയം ചോദിക്കാം: എൻ്റെ ജീവിതത്തിലെ കല്ലറ അനുഭവം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഭയമാണോ, അതോ ദൈവത്തിലുള്ള വിശ്വാസമാണോ എന്നെ മുന്നോട്ട് നയിക്കുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ നിൻ്റെ പ്രത്യാശയുടെ വെളിച്ചം കാണാൻ ഞങ്ങളെ സഹായിക്കണമേ. നിശബ്ദതകളിൽ നിൻ്റെ സ്വരം കേൾക്കാൻ ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ. മരണത്തെ ജയിച്ച നിൻ്റെ ഉയർപ്പിനായി ഒരുങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.